തിയറി ഓഫ് ലീസ്റ്റ് സ്ക്വയർസ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ലോ എന്ന് പറയുന്നത്, ഓക്കെ, ഓർ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് എന്താണ്? അതായത് മോസ്റ്റ് പ്രൊബബിൾ വാല്യൂ. ഓക്കെ, ദ മോസ്റ്റ് പ്രൊബബിൾ വാല്യൂ എന്ന് പറയുന്നത് ദ സം ഓഫ് സ്ക്വയർസ് ഓഫ് ദ റെസിഡ്യുവൽ എറർ. അതായത് നമ്മുടെ റെസിഡ്യുവൽ എറർ ഉണ്ടല്ലോ, റെസിഡ്യുവൽ എററിൻ്റെ സ്ക്വയർ ഓഫ് ദ റെസിഡ്യുവൽ എറർ ഈസ് മിനിമം ആണെന്നുണ്ടെങ്കിൽ അതാണ് മോസ്റ്റ് പ്രൊബബിൾ വാല്യൂ എന്ന് പറയുന്നത്. അതായത് മോസ്റ്റ് പ്രൊബബിൾ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ സ്ക്വയർ ഓഫ് ദ റെസിഡ്യുവൽ ഈസ് എ മിനിമം. ഓക്കെ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് V1, V2, V3, V4 അങ്ങനെ എക്സെട്ര ആണ് നമ്മുടെ ഒബ്സർവ്ഡ് വാല്യൂസ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ ഒബ്സർവ്ഡ് വാല്യൂസ്. ഓക്കെ, പിന്നെ എക്സ് എന്ന് പറയുന്നതാണ് മോസ്റ്റ് പ്രൊബബിൾ വാല്യൂ. ഓക്കെ, മോസ്റ്റ് പ്രൊബബിൾ വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമല്ലോ. നമുക്കിപ്പോൾ ഒബ്സർവ്ഡ് വാല്യൂസിൽ കിട്ടുന്ന ഏറ്റവും കറക്റ്റായിട്ടുള്ള അക്യൂറേറ്റ് വാല്യൂ ആണ് ഈ മോസ്റ്റ് പ്രൊബബിൾ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ എക്സ് ആണ് നമ്മുടെ മോസ്റ്റ് പ്രൊബബിൾ വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രൊബബിൾ വാല്യൂ, മോസ്റ്റ് പ്രൊബബിൾ വാല്യൂ മൈനസ് ഒബ്സർവ്ഡ് വാല്യൂ ചെയ്യുമ്പോൾ നമുക്കൊരു എറർ കിട്ടും. ഓക്കെ, ആ എററാണ് നമ്മൾ നോക്കുന്നത്. അതായത് എക്സ് മൈനസ് V1 എന്ന് പറയുന്നത് നമുക്ക് ഒരു എറർ കിട്ടും, E1. അതേപോലെ അടുത്ത ഒബ്സർവ്ഡ് വാല്യൂ V2ന് ഇനൊരു എറർ കിട്ടും, E2. ഓക്കെ, അതേപോലെ പക്ഷെ പ്രൊബബിൾ വാല്യൂ ഒന്ന് തന്നെ ആയിരിക്കും, സെയിം ആയിരിക്കും. അതാണ് എക്സ്. ഓക്കെ, വീണ്ടും എക്സ് മൈനസ് V3 എന്ന് പറയുന്നത് E3. അപ്പോൾ ജനറലായിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കും? ജനറലായിട്ട് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് Vn, അതായത് n നമ്പേഴ്സ് ഓഫ് ഒബ്സർവ്ഡ് വാല്യൂസിന് Vn ഈക്വൽ ടു En, n നമ്പേഴ്സ് ഓഫ് എറേഴ്സ്. ഓക്കെ, ഇപ്പം if m is the arithmetic mean, ഓക്കെ, if m is the arithmetic mean, അപ്പോൾ എങ്ങനെ എഴുതാം? m is equal to V1 plus V2 plus V3 plus Vn divided by n. ഓക്കെ, which is equal to summation of V by n. ഈ V1 plus V2 plus V3 ഇത് നമുക്ക് എങ്ങനെയായിട്ട് എഴുതാം? സമ്മേഷൻ V ആയിട്ട് എഴുതാം, ഡിവൈഡഡ് ബൈ n. ഓക്കെ, മീൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ, ആവറേജ് എടുക്കുന്നത്. അതാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? n എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് ഒബ്സർവ്ഡ് വാല്യൂസ്. ഓക്കെ, നമ്പർ ഓഫ് ഒബ്സർവ്ഡ് വാല്യൂസ് ആണ് ഈ n എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇത് ഇക്വേഷൻ 2. ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? nx മൈനസ് സമ്മേഷൻ ഓഫ് v ഈക്വൽ ടു സമ്മേഷൻ ഓഫ് e. അതായത് n നമ്പേഴ്സിന്. ഓക്കെ, nx മൈനസ് സമ്മേഷൻ ഓഫ് v ഈക്വൽ ടു സമ്മേഷൻ ഓഫ് e. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് x എങ്ങനെ എടുക്കാം? x എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് v ബൈ n പ്ലസ് സമ്മേഷൻ ഓഫ് e ബൈ n കിട്ടും. ഓക്കെ, ഇവിടെ സമ്മേഷൻ ഓഫ് v ബൈ n എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ ഓഫ് v ബൈ n എന്ന് പറയുന്നത് m ആണ്. അത് നമുക്കിവിടെ റീപ്ലേസ് ചെയ്താൽ x ഇസ് ഈക്വൽ ടു m പ്ലസ് സമ്മേഷൻ e ബൈ n കിട്ടും. ഈ ഇക്വേഷനിൽ എന്താ നമുക്ക് മനസ്സിലാവും? അതായത് ഈ n-ൻ്റെ വാല്യൂ ലാർജർ വാല്യൂസ് ആവും തോറും ഈ എൻറ്റയർ വാല്യൂ ഡിക്രീസ് ആവും. മനസ്സിലായോ? അതായത് ഇപ്പം നമ്മുടെ ഒബ്സർവ്ഡ് വാല്യൂസ് കൂടുതലാണെങ്കിൽ എറർ എന്ന് പറയുന്നത്, എറർ എന്നല്ല, ഇത് മൊത്തത്തിലുള്ള ടേം എന്ന് പറയുന്നത് ഡിക്രീസ് ആവും. അപ്പോൾ അതായത് ഒരു നെഗ്ലിജിബിൾ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തായിട്ട് എഴുതാം? എക്സ് ഈക്വൽ ടു എം ആയിട്ട് തന്നെ അങ്ങ് എഴുതാം. അപ്പോൾ ഇതെന്തുവാ പറയുന്നത്? അരിത്മാറ്റിക് മീൻ ഓർ അരിത്മാറ്റിക് മീൻ വാല്യൂ ഈസ് ഈക്വൽ ടു ദ ട്രൂ വാല്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അരിത്മാറ്റിക് മീൻ ഈസ് ഈക്വൽ ടു ദ ട്രൂ വാല്യൂ എന്നാണ് ഇത് കാണിക്കുന്നത്. നമുക്കിപ്പോൾ എന്തുവാ നോക്കേണ്ടത്? ഇവിടെ പറഞ്ഞത് എന്തുവായിരുന്നു ഞാൻ? സ്ക്വയർ ഓഫ് ദ റെസിഡ്യുവൽ ഈസ് എ മിനിമം ആണെങ്കിലാണ് നമ്മുടെ മോസ്റ്റ് പ്രൊബബിൾ വാല്യൂ ആവുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക്
let us assume R1, R2, okay, R3 dash dash till Rn be the residuals. Okay, be the residuals. ഈ റെസിഡ്യുവൽസ് എന്ന് പറയുന്നത് എന്തുവാ? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മോസ്റ്റ് പ്രൊബേബിൾ വാല്യൂ മൈനസ് ഒബ്സർവ്ഡ് വാല്യൂ ആണല്ലോ. ഇവിടെ നമുക്ക് മോസ്റ്റ് പ്രൊബേബിൾ വാല്യൂ എന്താണ്? ഇവിടെ മീൻ വാല്യൂ ആണ്, അരിത്മാറ്റിക് മീൻ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മീൻ മൈനസ് ഒബ്സർവ്ഡ് വാല്യൂ ഈസ് ഈക്വൽ ടു റെസിഡ്യുവൽ. അതായത് ആദ്യത്തെ ഓരോ ഒബ്സർവ്ഡ് വാല്യൂസിന് R1 എന്ന് പറയുന്ന റെസിഡ്യുവൽ. ഓക്കെ, അതേപോലെ തന്നെ M മൈനസ് V2 ഈസ് ഈക്വൽ ടു R2. ഓക്കെ, M മൈനസ് V3 ഈസ് ഈക്വൽ ടു R3. അങ്ങനെ n നമ്പേഴ്സിന് എങ്ങനെ എഴുതും? M മൈനസ് Vn ഈസ് ഈക്വൽ ടു Rn. ഇതാണ് n ഒബ്സർവേഷൻസ് നമ്മൾ എഴുതിയത്. ഓക്കെ, നെക്സ്റ്റ് ഇതെല്ലാം ഈ ടേംസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? n ഇൻറ്റു എം മൈനസ് സമ്മേഷൻ ഓഫ് വി ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ആർ. നമ്മളിവിടെ എങ്ങനെ എഴുതിയത് അതുപോലെ. ഓക്കെ, എൻ എക്സ് മൈനസ് സമ്മേഷൻ ഓഫ് ഇ ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ഇ എഴുതിയില്ലേ നമ്മൾ സം ചെയ്ത്, അതുപോലെ തന്നെ ഇവിടെ എഴുതുന്നത്. ഇതിൽ നിന്ന് എം എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ ഓഫ് വി ബൈ എൻ പ്ലസ് സമ്മേഷൻ ഓഫ് ആർ ബൈ എൻ. നമുക്കറിയാം എന്താ സമ്മേഷൻ ഓഫ് വി ബൈ എൻ എന്ന് പറയുന്നത് എന്താണ്? എം ആണ്, മീനാണ്. അപ്പോൾ എം ഇസ് ഈക്വൽ ടു എം പ്ലസ് സമ്മേഷൻ ഓഫ് ആർ ബൈ എൻ. ഓക്കെ, ഈ എം ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്താവും? എം മൈനസ് എം 0 ആവും. അപ്പോൾ സമ്മേഷൻ ഓഫ് ആർ ബൈ എൻ ഈക്വൽ ടു 0 ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് സമ്മേഷൻ ഓഫ് ദ റെസിഡ്യുവൽസ് ഈക്വൽ ടു 0 എന്നാണ് പറയുന്നത്. അതിപ്പം പോസിറ്റീവ് വാല്യൂ റെസിഡ്യൂ ഉണ്ടെങ്കിലും നെഗറ്റീവ് വാല്യൂ റെസിഡ്യൂ ഉണ്ടെങ്കിലും അതിൻ്റെ സമ്മേഷൻ എന്ന് പറയുന്നത് 0 ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കിപ്പം റെസിഡ്യുവൽ മിനിമം ആക്കണം ആണല്ലോ. അപ്പോൾ നമുക്കൊരു റാൻഡമായിട്ട് ഒരു ഒബ്സർവ്ഡ് വാല്യൂ എടുക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു അൺനോൺ വാല്യൂ. ഇപ്പം ലെറ്റ് എൻ. ഓക്കെ, എൻ ബി ദ എനി അതർ വാല്യൂ. ഇത് എനി അതർ വാല്യൂ അതർ ദാൻ അരിത്മാറ്റിക് മീൻ. ഇപ്പം നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നില്ല, മീൻ വെച്ച് നോക്കുന്നില്ല. ഏതെങ്കിലും ഒരു അൺനോൺ വാല്യൂ വെച്ചിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒബ്സർവ്ഡ് വാല്യൂ വെച്ച് സമ്മേഷൻ ചെയ്യുമ്പോൾ എന്തായാലും ഒരു എറർ ഉണ്ടാവില്ല. ആ എറർ നമുക്ക് R1 ഡാഷ്, ഓക്കെ, ഡാഷ് വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതേപോലെ n മൈനസ് V2 നമുക്ക് R2 ഡാഷ് കിട്ടും. n മൈനസ് V3ക്ക് R3 ഡാഷ്. അതേപോലെ ജനറലായിട്ട് നമുക്ക് n മൈനസ് സമ്മേഷൻ ഓഫ് Vn ഈക്വൽ ടു Rn ഡാഷ്. ഈ ഇക്വേഷൻ നമുക്ക് 4 ആയിട്ട് എടുക്കാം കേട്ടോ. ഇത് 5 ആയിട്ടും അതേപോലെ ഇത് 6 ആയിട്ടും എടുക്കാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇക്വേഷൻ 4 സ്ക്വയർ ചെയ്യുക. ഇവിടെ എന്തുവാണ് ഇക്വേഷൻ 4? ഇത് നമുക്ക് ജനറലായിട്ട് നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? ഇതാണ് നമ്മൾ എഴുതിയത്. ഏത്? m മൈനസ് V1 ഈക്വൽ ടു R1. ഇപ്പം m മൈനസ് ഫോർ m മൈനസ് V1 ഈക്വൽ ടു R1 ഇത് സ്ക്വയർ ചെയ്താൽ എന്താവും? ഇത് ഹോൾ സ്ക്വയർ, ഇത് ആർ സ്ക്വയർ ആവും. ഓക്കെ, ഇത് a മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ്. അപ്പോൾ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ഇങ്ങനെയാണല്ലോ നമുക്ക് കിട്ടുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു R1 സ്ക്വയർ. ഇത് V1 R1 എന്നുള്ള ഒബ്സർവേഷനും പിന്നെ റെസിഡ്യുവലിനും. ഓക്കെ, ഇപ്പം ഒബ്സർവേഷൻ 2 എടുക്കുകയാണെങ്കിൽ m സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ മൈനസ് 2m V2 ഈക്വൽ ടു R2 സ്ക്വയർ ഇങ്ങനെയാണല്ലോ. അപ്പോൾ n നമ്പേഴ്സിന് എന്താവും? ഇവിടെ നമ്മൾ എഴുതിയത് ഇവിടെ n നമ്പേഴ്സിന് n ഇൻറ്റു m സ്ക്വയർ പ്ലസ് സമ്മേഷൻ ഓഫ് V സ്ക്വയർ മൈനസ് 2m ഇൻറ്റു സമ്മേഷൻ ഓഫ് V, ഓക്കെ, ഈക്വൽ ടു സമ്മേഷൻ ഓഫ് R സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് സ്ക്വയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്വയർ ചെയ്തിട്ട് എന്താ ചെയ്യുക? ഇവിടെ സമ്മേഷൻ ഓഫ് R സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? n ഇൻറ്റു m സ്ക്വയർ പ്ലസ് സമ്മേഷൻ ഓഫ് V സ്ക്വയർ മൈനസ് 2m സമ്മേഷൻ ഓഫ് V ആണ് കിട്ടിയത്. ഈ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇക്വേഷൻ 6ഉം ചെയ്യുക. അതായത് n മൈനസ് V1 ഈക്വൽ ടു R1 ഡാഷ്.
R1 ഡാഷ് പോലെ n നമ്പേഴ്സിന് എങ്ങനെയാവും സമ്മേഷൻ ഓഫ് R1 ഡാഷ് സ്ക്വയർ ഓക്കെ സോറി R dash square is equal to n into n. Okay, n into n square plus summation of v square minus 2n summation of v. Okay. ഇനി നെക്സ്റ്റ് എന്താണ് നമുക്കറിയാം എന്താണ് എം എന്ന് പറയുന്നത് എന്താണ് സമ്മേഷൻ വി ബൈ എൻ ആണല്ലോ. ഇവിടെ നമുക്ക് എൻ എം എന്ന് പറയുന്നത് സമ്മേഷൻ വി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താവും ഏതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഈ ഇക്വേഷനിൽ ഇപ്പോൾ 6 ഇതാണല്ലോ ഇത് 7 ഇത് 8 7th ഇക്വേഷനിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താവും സമ്മേഷൻ ഓഫ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു ഈ എം സ്ക്വയർ നമുക്ക് സ്പ്ലിറ്റ് ആയിട്ട് എഴുതി എൻ ഇൻറ്റു എം ഓക്കെ പ്ലസ് സമ്മേഷൻ ഓഫ് വി സ്ക്വയർ മൈനസ് 2m ഇൻറ്റു സമ്മേഷൻ ഓഫ് വി ആണല്ലോ. ഇത് ഇസ് ഈക്വൽ ടു എൻ എം എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് വി ആണ്. അപ്പോൾ സമ്മേഷൻ ഓഫ് വി ഇൻറ്റു എം പ്ലസ് സമ്മേഷൻ ഓഫ് വി സ്ക്വയർ മൈനസ് 2m സമ്മേഷൻ വി ഓക്കെ വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് വി സ്ക്വയർ ഇത് മൈനസ് ഇത് ചെയ്യുക. അപ്പോൾ എത്രയായും മൈനസ് കിട്ടും മൈനസ് ഓഫ് എം 1 മൈനസ് 2 എന്താണ് 1 അല്ലോ. അപ്പോൾ 1 ആണ് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് 1 ഓഫ് സമ്മേഷൻ ഓഫ് വി ഓക്കെ വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് വി സ്ക്വയർ മൈനസ് എം എന്ന് പറയുന്നത് എന്താണ് എം എന്ന് പറയുന്നത് സമ്മേഷൻ വി ബൈ എൻ ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സമ്മേഷൻ ഓഫ് വി സ്ക്വയർ ബൈ എൻ കിട്ടും ഓക്കെ. അപ്പോൾ ഇത് മോഡിഫൈ ചെയ്ത് എഴുതുവാണെങ്കിൽ സമ്മേഷൻ ഓഫ് വി സ്ക്വയർ എന്ന് പറയുന്നത് ഇത് ഇപ്പുറം കൊണ്ടുവരിക. അപ്പോൾ സമ്മേഷൻ ഓഫ് ആർ സ്ക്വയർ പ്ലസ് സമ്മേഷൻ ഓഫ് വി സ്ക്വയർ ബൈ എൻ ഓക്കെ. ഇനി നമ്മൾ ഈ ഇക്വേഷൻ അതായത് സമ്മേഷൻ വി സ്ക്വയറിൻ്റെ ഈ ടേം നമ്മൾ ഈ ഇക്വേഷൻ 8th ഇക്വേഷനിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ. അപ്പോൾ എന്താവും summation of r dash square is equal to n into n square plus summation of r square plus summation of v square by n ഇവിടെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്തത് ഓക്കെ മൈനസ് ഓഫ് 2n summation of v. ഇത് ഫർദർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് summation of r square plus n into n square minus 2n into summation of v by n plus summation of v square by n square കിട്ടും ഓക്കെ which is equal to summation of r square plus n into ഇത് ഏത് ഫോമിലാണുള്ളത് a minus b whole square ആണല്ലോ. അപ്പോൾ അത് ആ ഫോമിൽ എഴുതാം n മൈനസ് summation of v by n whole square ഓക്കെ. ഇവിടെ ഈ ടേം അതായത് n മൈനസ് സമ്മേഷൻ വി ബൈ എൻ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഓക്കെ. ഈ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് എന്താവും അപ്പോൾ ഈ സമ്മേഷൻ ഓഫ് ആർ സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ സമ്മേഷൻ ഓഫ് R1 സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക the sum of the square of the residual is a minimum okay. അതായത് ഇറ്റ്സ് ദ സം ഓഫ് ദ സ്ക്വയർ ഓഫ് ദ റെസിഡുവൽ ഇസ് എ മിനിമം. ഇതാണ് നമ്മൾ ഇപ്പം കാണിച്ചത് മിനിമം ആണെന്നുള്ളത് നമ്മൾ കാണിച്ചു. അതായത് ഇത് മിനിമം ആണെങ്കിൽ മോസ്റ്റ് പ്രൊബബിൾ വാല്യൂ ആണ് തരുന്നതെന്നാണ് പറയുന്നത് ഓക്കെ. ഇത് ഏത് കാര്യം നിന്നാണ് നമുക്കിപ്പം കിട്ടിയത് ഇതിപ്പം ഈ റെസിഡ്യുവൽ മിനിമം ആണ് കാണിച്ച ഏത് കാര്യം നിന്നാണ് അരിത്മാറ്റിക് മീനിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. അരിത്മാറ്റിക് മീനിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇതിപ്പോൾ ഇത്രയും ഡിറൈവ് ചെയ്തത്.